രാവിലെ തിയേറ്ററിന് മുന്നിൽ ഒരു വലിയ കൂറ്റൻ പോസ്റ്റർ സ്ഥാപിക്കുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ ആരാധകർ ഒന്ന് ഞെട്ടി. ഇതൊരു പുതിയ പോസ്റ്ററാണല്ലോ. എമ്പുരാനിൽ മോഹൻലാൽ ഹെലികോപ്റ്ററിൽ നിന്ന് നോക്കുന്ന ഒരു സീൻ, ഗംഭീരമായ ഒരു പോസ്റ്റർ നമുക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ ഇത് ലീക്കായോ എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളുമായി പ്രേക്ഷകർ എത്തി. ലീക്കല്ല, ഒഫീഷ്യലായി പിന്നെ അവതരിക്കുകയും ചെയ്തു. എമ്പുരാൻ ഇതുവരെ പുറത്തുവിടാത്ത ഒരു പോസ്റ്റർ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു. ഹെലികോപ്റ്ററിൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഔട്ട്ഫിറ്റിൽ ഖുറേഷി അബ്രഹാമിന്റെ ഗെറ്റപ്പിലിരിക്കുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളാണ് വൈറലായി മാറിയത്. ഇതിന് പിന്നാലെ എമ്പുരാനിലെ പുതിയ പോസ്റ്ററോ സിനിമയിലെ ഭാഗങ്ങളോ ലീക്കായതാണോ എന്ന ആകാംക്ഷയിലും ആശങ്കയിലുമായി ആരാധകർ. പിന്നാലെ സംഭവം അതൊന്നുമല്ല, അത് അണിയറ പ്രവർത്തകർ ഉയർത്തിയിരിക്കുന്ന പുതിയ ഹോൾഡിംഗ് ആണ്. ഹോൾഡിംഗിന് തൊട്ടു പിന്നാലെ മോഹൻലാൽ ഒഫീഷ്യലായി ആ പോസ്റ്റർ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇത് കണ്ട പ്രേക്ഷകർ ശരിക്കും ഒന്ന് ഞെട്ടി. തൊട്ടു പിന്നാലെ എത്തി, ഇതൊക്കെയാണ് ഇൻട്രോ സീനെങ്കിൽ എന്തായിരിക്കും തിയേറ്ററിൽ ഉണ്ടാകാൻ പോകുന്ന ഓളം. കൂടെ BGM കൂടി കിടുവാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ അവസാനത്ത് നമ്മൾ കണ്ട ഒരു മൊമെന്റ് ഉണ്ട്. ആ ഒരു സീനിന് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ ആ ചിത്രം മുതലായി എന്നൊക്കെ പറയുന്ന മൊമെന്റ്, അതുപോലൊരു മൊമെന്റ് എമ്പുരാനിലും ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സീനിന് സാധിക്കുമെന്ന് തന്നെയാണ് അവരുടെ വാക്കുകൾ. ഈ പിക്ക് രാവിലെ കണ്ടപ്പോൾ നിങ്ങളുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? പിന്നീട് ഈ പിക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ നിറയെ എത്തുകയായിരുന്നു. എന്തായാലും ഖുറേഷിയുടെ എൻട്രി സീൻ ഇത് തന്നെയായിരിക്കുമെന്നാണ് ആരാധകർ ഉറപ്പിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ചിത്രത്തിലെ ഏറ്റവും പുതിയ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുകയും ചെയ്തു അണിയറ പ്രവർത്തകർ. സുരാജ് വെഞ്ഞാറമൂടാണ് ഇത്തവണ ക്യാരക്ടർ പോസ്റ്ററായി എത്തിയിരിക്കുന്നത്. സജനചന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവായാണ് ചിത്രത്തിൽ സുരാജ് എത്തുന്നത്. പതിവ് പോലെ കഥാപാത്രത്തെക്കുറിച്ച് നടൻ സംസാരിക്കുന്ന വീഡിയോയും ക്യാരക്ടർ പോസ്റ്ററിനൊപ്പം പുറത്തു വരികയും ചെയ്തു. എമ്പുരാനിലേക്ക് പൃഥ്വിരാജ് തന്നെ കാസ്റ്റ് ചെയ്തതിന് പിന്നിലുള്ള രസകരമായ കഥയാണ് വീഡിയോയിൽ സുരാജ് പറയുന്നത്. ലൂസിഫർ റിലീസിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഷൂട്ടിങ്ങിനിടെയാണ് രാജുവിനെ കാണുന്നത്. ലൂസിഫർ മികച്ച സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു. ലൂസിഫർ എന്ന സിനിമയിൽ ആരും കണ്ടുപിടിക്കാത്ത ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നും അത് ഞാൻ കണ്ടുപിടിച്ചെന്നും രാജുവിനോട് പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ രാജുവിന് ആകാംക്ഷയായി. ആ സീനിൽ ഞാനില്ല എന്നതാണ് ആ കുറവ് എന്ന് പറഞ്ഞു. അത് കേട്ട് രാജു പൊട്ടിച്ചിരിച്ചു. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിൽ എന്നെ അഭിനയിപ്പിച്ച് ആ കുറവ് പരിഹരിക്കാനും പറഞ്ഞു. പിന്നീട് നാളുകൾക്ക് ശേഷം അണ്ണ അന്ന് പറഞ്ഞ കുറവ് പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് രാജുവിന്റെ കോളും വന്നു. സുരാജ് പറയുന്നത് ഇങ്ങനെയായിരുന്നു: സജനചന്ദ്രൻ എന്ന കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്ന രാഷ്ട്രീയക്കാരനായാണ് എമ്പുരാനിൽ താൻ എത്തുന്നത് എന്ന് സുരാജ് പറയുന്നുണ്ട്. എമ്പുരാന്റെ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഓരോ ക്യാരക്ടർ പോസ്റ്റേഴ്സിനും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററിലേക്ക് എത്തുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. എമ്പുരാന്റേതായി എത്തുന്ന ഓരോ അപ്ഡേറ്റും പ്രേക്ഷകരെ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. ഇന്ന് വന്ന പോസ്റ്ററും ക്യാരക്ടർ പോസ്റ്ററും ഒക്കെ അത്ഭുതപ്പെടുത്തി. രാവിലെ ഒരു വീഡിയോ ആയിരുന്നു പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്ററിന് പുറത്താണ് ഒരു വമ്പൻ ഹോൾഡിംഗ് ഉയർന്നത്. ഈ ഹോൾഡിംഗ് ഉയർത്തിയതിന്റെ വീഡിയോ പുറത്തു വന്നത് ഫാൻ പേജുകളിലൂടെയായിരുന്നു. മറ്റിടങ്ങളിലും സമാനമായ ഹോൾഡിംഗുകൾ എത്തിയിട്ടുമുണ്ട്. സിനിമയുടെ ഇതുവരെ പുറത്തു വരാത്ത പോസ്റ്റർ ഹോൾഡിംഗിൽ വന്നതാണ് ശരിക്കും പ്രേക്ഷകരെ കൗതുകത്തിൽ ആഴ്ത്തിയത്. ഇതിനുശേഷം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ പോസ്റ്റർ ഒഫീഷ്യലായി റിലീസ് ചെയ്യുകയും ചെയ്തു. മോഹൻലാലാണ് ആദ്യം പങ്കുവച്ചത്. അത് ഒരൊന്നൊന്നര പോസ്റ്റർ കൂടിയായിരുന്നു. കാരണം ഇത് പ്രേക്ഷകർ എടുത്തതും ആ രീതിയിൽ തന്നെയാണ്. ഖുറേഷിയുടെ ഇൻട്രോ സീൻ ഇത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ലൂസിഫറിൽ എങ്ങനെയാണോ മോഹൻലാലിനെ അവതരിപ്പിച്ചത് അതേ പാറ്റേണിൽ തന്നെയായിരിക്കും എമ്പുരാനിലും മോഹൻലാൽ എത്തുക. സ്ക്രീൻ സ്പേസ് ലൂസിഫറിലെ പോലെ തന്നെയായിരിക്കും മോഹൻലാലിന് ഇത്തവണയും ഉണ്ടാവുക. പക്ഷേ അതിനൊരു വ്യത്യസ്തത ഉണ്ടാകും. ഇതുവരെ വന്ന ക്യാരക്ടർ പോസ്റ്ററുകൾ വെച്ച് നോക്കിയാൽ എമ്പുരാൻ പറയാൻ പോകുന്നത് സായിദ് മസൂദ് അഥവാ പൃഥ്വിരാജിന്റെ കഥ തന്നെയായിരിക്കും. അബ്രഹാം ഖുറേഷി എന്ന ലാലേട്ടൻ കഥാപാത്രത്തിന്റെ സ്ക്രീൻ ടൈം കുറവ് തന്നെയായിരിക്കും. പക്ഷേ വരുന്ന സമയത്ത് ഗോഡ് ലെവൽ എലിവേഷൻ സീനുകളുടെ കുത്തൊഴുക്കായിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. അതിലെ ഒരു സീനാണ് നിങ്ങൾ ഈ പോസ്റ്ററിലൂടെ കണ്ടിരിക്കുന്നതും.